അവരുടെ അമർഷത്തെ അന്തർഗതമോഷം അവരുടെ ഉള്ളിലുള്ള അമർഷത്തെ സൂചിപ്പിക്കുക. എങ്ങനെയാ സൂചിപ്പിക്കുന്നത്? വ്യക്തികളാകെ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ഭാവത്തെ അവള് പ്രതിഫലിപ്പിക്കുന്നത് അംഗീകരിക്കുന്നു. അങ്ങനെ നേരെ പ്രകാശിപ്പിക്കുന്നത് എന്താണ് അല്ലേ? ആ കണ്ണുകള് വ്യക്തികള് അതെങ്ങനെ ആയ അമ്മയെന്ന് വ്യക്തികളോ ആയ അമ്മയെ അതിമനോഹരമായിട്ടുള്ളതാ. വീണ്ടിടംപെട്ട് കരിങ്കൂളപ്പൂ പോലെ മനോഹരങ്ങളായിട്ടുള്ളതാണ് ആ വ്യക്തികൾ. ആ വ്യക്തികൾക്ക് എന്തായിട്ട് അത് ചോർന്ന് കൊടുത്തു വശേ. മാത്രമല്ല ഒരിക്കൽ എടുത്ത് വളച്ച് ആ കണ്ണുകൾ അത് നോക്കിയാൽ ആ കണ്ണ് എഴുതാൻ കൊടുത്തു അതേ കാണുള്ളൂ. അതിന്റെ ശക്തി അതിന് വേണ്ടിട്ട് അങ്ങനെ നോക്കുന്നുണ്ടാവുന്നത് അല്ല. അവൾക്ക് സുഖാവണില്ല അങ്ങയുടെ ഇത് കേട്ട. അവള് അങ്ങേന്ന് പലതും പ്രതീക്ഷിക്കുന്നായിരുന്നു. അങ്ങ് ഇവിടെ യാതൊരു ഉത്സാഹവും ഇല്ലാതിരിക്കട്ട്, മുഖഭാവം ഇല്ലാതിരിക്കട്ട്, അവിടെ കണ്ടതായി പോലും നടിക്കാത്ത പോലെ ഒരു നിപ്പങ്ങൾ നിൽക്കുക. അങ്ങയുടെ ഈ നിപ്പ കണ്ടിട്ടാണ് അവൾക്കൊരു സുഖാവണില്ല. അതുകൊണ്ട് അവൾക്ക് നല്ല അമർഷമുണ്ട്. ആ അമർഷത്തെ കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് എങ്ങനെയൊക്കെ മനസ്സിലാവുന്നതാണ്. അവളുടെ അമർഷമാണോ പ്രകാശിപ്പിക്കുന്നത്, വേറെ ഒന്നാണോ? ഓരോന്ന് കേട്ട് നോക്കാൻ നോക്കുന്നുണ്ട്. പലതും പല നിൽക്കുന്നത് നോക്കുന്നത് കാണാം. അപ്പൊ ആ നോട്ടൊക്കെ കണ്ടാൽ അത് അമർഷമാണോ? ഉണ്ട കണ്ണുകളുണ്ട്. ഏത് സമയത്ത് ഒരുത്തി പിടിച്ചിട്ടുള്ള ഒരുങ്ങുമില്ല, പിന്നെ വികസിക്കില്ല. അങ്ങനത്തെ കണ്ണുകളുള്ള ഓരോ ജീവികൾ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ പ്രയോഗത്തിലുണ്ട് ഏത് സമയത്തും. ഈ കണ്ണിന്റെ പ്രയോജനം എന്താ? ഒരാവശ്യത്തിന് പിടിയാനും ചുരുങ്ങാനും ഒക്കെ പറ്റണം. അപ്പോഴേ ഈ ഭാവം എന്താണെന്നുള്ള പ്രകാശമുള്ളൂ. ഭാവം പ്രകാശിക്കണമെങ്കിലോ ഉള്ളിൽ വേണമല്ലോ. അവരുടെ ഉള്ളില് ആ ഭാവം ഉണ്ട്. അപ്പൊ അവൾ ആ ഭാവം പുറപ്പെടുന്നതൊക്കെയാണ് എന്നുള്ള രൂപത്തിലാണ്. ഇത് എനിക്ക് എങ്ങനെ മനസ്സിലായത്? അനുഭവം ഉണ്ടാവുമ്പോഴാണ്. അനുഭവമുള്ള കാര്യങ്ങൾ അത് വേഗത്തിൽ മനസ്സിലാവും. അപ്പൊ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊന്നല്ല, ശികാലം മുമ്പാണ്. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുന്നതിന് മുമ്പ് രാജസേവനായിട്ട് പുറപ്പെടുന്നത് മുന്നേ ഞാൻ അവിടെ എന്റെ ഇല്ലത്ത് അവിടെ ഇരിക്കുന്ന കാലത്താണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ അവിടെയുള്ള എനിക്ക് രണ്ട് ആളുകളെ അവർക്ക് ചക്കിയും പിരാട്ടിയും രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ അവിടുന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട് ഈ വ്യത്യാസങ്ങൾ. അതിന്നാണ് അങ്ങനെയാണ് വ്യക്തികൾ കണ്ടാൽ നോട്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ വിചാരിക്കും എന്തിനാ ഈ ചക്കിയും പിരാട്ടിയും രണ്ടെണ്ണം? രണ്ടെണ്ണത്തിന്റെ ആവശ്യം വേറെ ഒന്നുമില്ല, അനധ്യായം ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാവാതെ ചൂടാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതിനാണ് രണ്ടെണ്ണത്തിന്. എന്തായാലും അതില് ചക്കി അവള് അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അവൾക്കത് സുഖിക്കില്ല. ആ സുഖിക്കാത്ത സമയത്തോ അവളവിടെ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ തരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോ എന്തെങ്കിലും എന്റെ അടുത്തുള്ള ഭാവം അവൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ താല്പര്യം ഇല്ലാതെ ഉണ്ടാകുമ്പോ അവിടെ ഒരു നോട്ടം നോക്കുമല്ലേ. സാധാരണ പോലെയുള്ള നോട്ടല്ലാണോ? ചക്കിയുടെ കണ്ണുകള് ഉണ്ട കണ്ണുകള്, തുടിച്ച കണ്ണ്. അതുപോലെ ആ പുരികം, ആ പുരികം അത് ഇങ്ങനെയുണ്ട്. ആ തുടിച്ച കണ്ണുകള്, തുടിച്ച കണ്ണ് മാത്രമല്ല അത് തോക്കണ്ണും കൂടിയാണ്. ആ കണ്ണ് മുറിച്ചിട്ട് നോട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം ആ ഹൃദയം സ്തംഭിച്ചു പോകും, നിലച്ചു പോകും, പ്രാണങ്ങൾ നിന്ന് പോകുന്നത് നോട്ട. അങ്ങനത്തെ നോട്ട. ഇത് മാത്രമല്ല അപ്പൊ അവിടുന്ന് അവള് ആ കയ്യില ഇതുണ്ടാവുകയും എവിടെ നോക്കിയാലും കാണാം. കയറി വന്നാൽ കാണാം ആയിട്ടും പിടിച്ച് നിങ്ങളല്ല അധികം ഉണ്ടാവുക. ചിലപ്പോൾ ശരിയാവുന്ന അത് വിളിച്ചിട്ട് ചിലപ്പോ അതുകൊണ്ട് അടുത്ത പ്രയോഗം അതുകൊണ്ടാവും. ഇനി അത് മാത്രമല്ല അവള് പല്ലുണ്ട്, മുറുകുണ്ട്, ഇവരെ സഹസ്രനാമം പുറപ്പെട്ട
ഈ ഇവിടെ ഉള്ള ആളുകൾ ഇരിക്കുന്നതല്ല ചക്കരത്ത് പോകില്ല. അപ്പൊ അത് കേൾക്കാൻ ഇട കൊടുക്കണ്ടെന്ന് കരുതി ഞാൻ അവിടെ ഓടി പോയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പട്ടിയാമൃഗങ്ങളൊക്കെ ചെമ്പട്ടയുടെ വർണ്ണ കിട്ടിയാൽ ചക്കി നോക്കുവൊരു കാട്ടിലെ തട്ടുപൊട്ടുമറിയില്ല സംശയം. ആ ചക്കിയുടെ നോട്ടം കണ്ടാൽ എന്റെ ഹൃദയം ധരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കില്ല. തുടരെ അങ്ങനെ എനിക്ക് അനുഭവമുണ്ട്. പാഞ്ചാലിയ ഹിമായങ്ക അന്തയപുരാതോ ആഗതായ നഷ്ടസന്ദേഹോപി കസ്മാചിരദൃഷ്ടായാം പാഞ്ചാല്യ അസ്യ അംഗ അംഗതപുരാതാഗതായാം ഇവ വളരെ അങ്ങ് ഇതെന്തായി ഉദാസീനായിട്ട് നിൽക്കുന്നത്? എങ്ങനെയുള്ള കസ്മാചിരദൃഷ്ടായാം ഏതോ കാലത്ത് കണ്ടിട്ടുള്ളതാ. അതേപോലെ അറിയണം നിൽക്കുന്നുണ്ട. ഏതോ കാലത്ത് കണ്ടത് വിരോധം ഇരിക്കുകയാണ്. ഇതാ ഏതോ കാലത്ത് നോക്കിയില്ല. ആ ദീർഘസ്ഥാനത്തിന് പുറപ്പെടുന്നതിന് കണ്ടിട്ടുള്ളതാണ് പഞ്ചാരി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പഴാ കാണുന്നത്. ദീർഘസ്ഥാന കാലം കഴിഞ്ഞൊക്കെ കൃഷി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പഴാണോ കാണുന്നത്? അല്ല, അത് ഏതോ ഒരു കാലം അതവിടെ അവിടെ മറ്റോ അത് അന്തകവരിയിൽ നിന്ന് ആഗതയായവരെ പോലെയാ. ആ അന്തകരാജധാനിയിൽ നിന്ന് മടങ്ങി വന്നവരെ പോലെയാ. അറിയാമല്ലേ? യമപുരി കണ്ടതാട്ടോ. രക്ഷപ്പെട്ടു വരുന്നു വിചാരിച്ചിട്ടില്ല. അങ്ങനെ കഴിഞ്ഞു, ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചിലതൊക്കെ കാണാൻ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് അത് ആദ്യം രക്ഷപ്പെട്ടില്ല. അങ്ങനെയുള്ളതുണ്ട്. ഇത് അതുപോലെയായിരുന്നു. ആ അവിടെ പ്രാണങ്ങൾ നശിച്ചു. അവിടെ അന്തകപുര രാജധാനി കണ്ടിട്ടു. അങ്ങനെ അവതരിച്ചുള്ള അങ്ങനെയുള്ള അവരെ കണ്ടിട്ട് ഉദാസീനെ പോലെ ഒരു ഭാവം അവര് സാധാരണ അങ്ങനെയല്ല കണ്ടത്. ആ കണ്ടു കഴിഞ്ഞാൽ അവര് കണ്ടതായിട്ട് ഭാവിക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട്. കണ്ടുപിടിക്കില്ല. കണ്ടു കഴിഞ്ഞാൽ എത്ര നിന്നാലും എത്ര നേരം ഇവിടെ നിന്നാലും അവര് കണ്ടുപിടിക്കില്ല. അങ്ങനെ കണ്ടു നടിക്കില്ലാന്ന് ചോദിച്ചാൽ അയാൾ ഓരോ വരെ ചെന്ന ആളുകളവിടെ നിൽക്കാറുണ്ടാവും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ. ഞാൻ അതിൽ നിൽക്കാറില്ല. കുറച്ച് നേരത്തെ അവിടെ നിൽക്കും. പക്ഷെ കണ്ടു നടിച്ചില്ലേ എന്നാ അതുകൊണ്ടാണ് നോക്കിയില്ലേ ഞാൻ. എന്നിട്ട് വേണം എന്താ അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ്. ഇതിപ്പോ അതുപോലെയല്ല. ആ രാമയുടെ പ്രീതമകളായിട്ടുള്ള അത് അതിസുന്ദരികളാ. നോക്കൂ, അപ്പൊ സൗന്ദര്യമായിട്ട് വേറെ കാര്യങ്ങൾ പോകുന്നത് അത്ര അതിസുന്ദരികളായിട്ടുള്ള രണ്ടെണ്ണം. ആ രണ്ടുപേരും പ്രീതമകളോ അവർ രണ്ടുപേരും ഭാവത്യാസമില്ല. അതുകൊണ്ട് നിർവികാരത്വയാണ് ചിരയാകൃഷ്ടയാകും ദ്രൗപദിയാനും മരിച്ച മാധവിയും അരികിൽ വരുന്നു അങ്ങനെ എന്താ ഉദാസീനമായിട്ട് എന്താ